കണ്ടോ പരിശുദ്ധ ഖുർആൻ, വന്നാസിആതി ഗർഖ വന്നാശിത്വാതി നശ്ത്വ വസ്സാബിഹാതി സബ്ഹ ഫസ്സാബിഖാതി സബ്ഖ ഫൽമുദബ്ബിറാതി അംറാ. കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ തന്നെയാണ് സത്യം. ഈ 5 ആയത്തിനും വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വ്യാഖ്യാനങ്ങളിലൊന്ന് നിങ്ങൾ പറഞ്ഞതാണ്. മലക്കുകൾക്ക് ഇവിടെ തദ്ബീറുണ്ട്, കൈകാര്യകർത്തങ്ങളുണ്ട്. അതേ സമയത്ത് ഇമാം റാസി തങ്ങള് ആ വിഷയത്തിൽ മറ്റൊരു വ്യാഖ്യാനം കൊണ്ടുവരികയാണ്. 32-ാമത്തെ പേജ്. ഈ വേങ്ങരയിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഈ ഇബാറത്ത് വായിച്ച് ആളുകളെ വഞ്ചിക്കുന്ന മൗലവിമാര് ശ്രദ്ധിക്കാറുണ്ടാവുമല്ലോ. ഈ മിനിയൂട്ടിയിലൊക്കെ ഇതിന്റെ കേന്ദ്രമുണ്ടാക്കി ആളുകളെ പറ്റിക്കുന്നുണ്ട്. ഞങ്ങൾ വിളിക്കുകയാണ്, തഫ്സീർ റാസി ഒന്ന് ഞങ്ങളെ മുമ്പിൽ വന്നൊന്ന് വായിച്ചാൽ തീരുന്നതേ ഉള്ളൂ ഈ പ്രശ്നം. ഇമാം റാസി പറയാണ്, കേട്ടോളൂ. ഹിയൽ അർവാഹ് അല്ലതി തൻസിഉ ഇല ഇത്തിലാഖിൽ ഉർവത്തിൽ ബുത്ഖാ അവിൽ മൻസൂഅതു അൻ മഹബ്ബത്തി ഗൈരില്ലാഹ്. അല്ലാഹ് എന്ന ചിന്തയിൽ മാത്രം ജീവിക്കുന്ന പ്രത്യേകമായ അല്ലാഹുവിന്റെ ഉബൂദിയത്തിലേക്ക്, അല്ലാഹ് എന്ന ആ ഒറ്റ ചിന്തയിലേക്ക് എത്തിയ മഹാത്മാക്കൾ അവരാണ് ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷയെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇവിടെ 2 ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നു. അതിന് ഇമാമിങ്ങൾ കൊടുത്ത വിശദീകരണം എന്താ? എവിടെ മുതൽ? മിനൽ അർശി ഇലാ തഹ്തി സറാ, അല്ലാഹുവിന്റെ അർശ് മുതൽ ഭൂമിയുടെ അടിത്തട്ട് വരെ അല്ലാഹു നിയന്ത്രിക്കുന്നു. ഇനി ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് കൊടുത്തിടത്ത് ഇമാം ഇബ്നു അജീബ തങ്ങൾ അതുപോലെയുള്ള മഹാന്മാരൊക്കെ എഴുതുകയാണ് അതേ വാക്ക്. എന്താ വാക്ക്? മിനൽ അർശി ഇലാ തഹ്തി സറാ, അർശ് മുതൽ ഭൂമിയുടെ അടിത്തട്ട് വരെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിന്റെ നിയന്ത്രണം അത് മഹാന്മാരിലൂടെയാണ്. അപ്പൊ ഇമാം റാസി ഇത് പച്ചയായി പറയുന്നു, എല്ലാ മഹാന്മാരും പറയുന്നു. ഇനി അവിടെ കാമിലായ തദ്ബീറും അതുപോലെ തന്നെ അപൂർണമായ പരിധി വെച്ചുകൊണ്ടുള്ള തദ്ബീറും, പരിധി വെച്ചുകൊണ്ടുള്ള തദ്ബീർ അതല്ല ഔലിയാക്കൾക്കുള്ളത്. കാമിലായി ഫീമാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളിലും അവർക്ക് തദ്ബീറുണ്ട്. നിങ്ങളോട് അലവി സഖാഫി ആ മുഖാമുഖത്തിൽ പറഞ്ഞത് അഹ്ലുസുന്നയുടെ വാദങ്ങൾക്ക് കടകവിരുദ്ധമാണ്. അഹ്ലുസുന്നയുടെ മുഖാമുഖത്തിൽ ആ ബിദ്ഈ വാദം ഞങ്ങൾ പൊളിച്ചെഴുതുകയാണ്. ഇമാമിങ്ങൾ വിശദീകരിച്ചപ്പോൾ അതിന് ഒരു പരിധിയും വെച്ചില്ല എന്ന് മാത്രമല്ല, ഇമാം ഇബ്നു അജീബ തങ്ങൾ പറഞ്ഞത് മിൻ അർശിഹി ഇലാ ഫർശിഹി, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അല്ലാഹുവിന്റെ അർശ് മുതൽ അല്ലാഹുവിന്റെ ഭൂമിയുടെ അടിത്തട്ട് വരെ അവർക്ക് നിയന്ത്രണങ്ങളുണ്ട് എന്നാണ്. ഇനി ഇതേ